കേരളത്തിൽ ചില കണക്കുകൾ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുതിർന്നവരിൽ ഏതാണ്ട് 50% വ്യക്തികൾക്ക് ഏതെങ്കിലും ഗ്രേഡിൽ ഫാറ്റി ലിവർ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മുടെ കേരളത്തിൽ, അതായത് മുതിർന്നവരായിട്ടുള്ളതിൽ 50% പേർക്ക് കൃത്യമായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്. അത് കൂടുതലുണ്ടെങ്കിലോ ഉള്ളെന്നുള്ളതാണ്. അത് സത്യമാണ് താനും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ആരുടെ അഡൾട്ടായിട്ടുള്ള ഭൂരിഭാഗം പേരുടെയും ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ, അവരുടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഫാറ്റി ലിവർ ഉള്ളതായിട്ടാണ് കാണുന്നത്. കൂടുതൽ പേർക്കും ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആയിരിക്കും. അപ്പോൾ ഡോക്ടേഴ്സ് പറയും, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടും. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൂടി കൂടി ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ സിറോസിസിലേക്ക് എത്തും. അപ്പോൾ ഈ ഡോക്ടർ, ഇത് ഡയബറ്റിക് കെയർ ഇന്ത്യ എന്നുള്ളൊരു ചാനലിൽ ഡോക്ടർ ഫട്ട് എന്ന് പറയുന്ന ഡോക്ടർ ചെയ്ത ഒരു വീഡിയോ ആണ്. ഈ ഡോക്ടർ ഒരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കുറേയൊക്കെ കാണാറുണ്ട്. നല്ലൊരു ഡോക്ടറാണ്. നല്ല ഡയബറ്റിക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഞാനും ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. ഞാൻ ഡയബറ്റിക് വാർഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അങ്ങനെ ഡയബറ്റിക്കിനെ കുറിച്ചും ഒക്കെ അറിവുണ്ട്. ഈ ഡയബറ്റിക് തന്നെ ഫാറ്റി ലിവറിന് കാരണമാകുന്നുള്ളതും കൂടെയാണ് ഈ ഡോക്ടർ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്? ഫാറ്റ് കഴിക്കുന്നതുകൊണ്ടാണോ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്? തെറ്റി. അങ്ങനെയല്ല. ഷുഗർ കഴിക്കുന്നതുകൊണ്ടല്ല ഷുഗർ ഉണ്ടാകുന്നത്. ഷുഗർ കഴിക്കുന്നതുകൊണ്ടല്ല ഡയബറ്റീസ് ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും, അറ്റ്ലീസ്റ്റ് ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാറ്റ് കഴിക്കുന്നത് കൊണ്ടല്ല ഫാറ്റി ലിവർ വരുന്നത്. അപ്പോൾ ഫാറ്റി ലിവറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശദമായിട്ടിത് ശരിക്കും കാണണമെന്നുള്ളവരെ ഈ ഡോക്ടറുടെ ചാനലിൽ പോയി കണ്ടാൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, ഈ ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങൾ, ആദ്യമായിട്ടുള്ള ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ്. രണ്ടാമത്തേത് ഇത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിനെ കുറിച്ച്, ഫാറ്റി ലിവറിനെ കുറിച്ചാണ് പറയുന്നത്. ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ കുറിച്ച് പറയുന്നില്ല. അത് നമ്മൾ ആൽക്കഹോൾ നമുക്കറിയാമല്ലോ, ഫാറ്റി ലിവറിനും ലിവർ സിറോസിസിനൊക്കെ കാരണമാകുന്നതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അല്ലാതെ ഉള്ളവർക്ക് വരുന്ന ലിവർ ഡിസീസ്, ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാരണം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ വരാൻ ചാൻസ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവർക്കും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഹെറിഡിറ്ററി മെറ്റാബോളിക് ഡിസ്ഫങ്ഷൻ എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ മെഡിക്കേഷൻസ്, കുറേയധികം മെഡിക്കേഷൻസ് ഫാറ്റി ലിവറിനെ, നമ്മുടെ ലിവർ ഡാമേജ് വരുത്താൻ കാരണമാകും. ഫാറ്റി ലിവർ ഉള്ളവർക്ക് തന്നെ അത് കൂടാനും അങ്ങനെ ലിവർ ഡാമേജ് വരുത്താനും കാരണമാകുന്നത്. അത് പാരസിറ്റമോൾ മുതൽ ചില ആൻറ്റിബയോട്ടിക്സ്, ചില സപ്ലിമെൻറ്റ്സ്, പിന്നെ ചില പച്ചമരുന്നുകൾ, ഇവയൊക്കെ നമ്മുടെ ലിവറിന് ഡാമേജ് വരുത്തുമെന്നാണ് പറയുന്നത്. ഇതിന് പ്രോട്ടീൻ സപ്ലിമെന്റ്സ്, പലതരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെന്റ്സിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പോലും ലിവർ ടോക്സിക് ആണ്, ഫാറ്റി ലിവറും അതിനുശേഷം. അപ്പൊ സപ്ലിമെന്റ്സ് കഴിക്കുന്നവർ വളരെ സൂക്ഷിച്ചു വേണം. എല്ലാ സപ്ലിമെന്റ്സും നല്ലതല്ല. അതുപോലെ പച്ചമരുന്നുകൾ, ഹെർബൽ സപ്ലിമെന്റ്സ് ഉൾപ്പെടെ പച്ചമരുന്നുകളും പലപ്പോഴും ഫാറ്റി ലിവറിനും ലിവർ ഇഞ്ചുറിക്കും അതിനുശേഷം സിറോസിസിനൊക്കെ കാരണമാവാറ്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ബി ആൻഡ് സി മുതൽ കുറേ ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലിവറിനുള്ള ഇൻഫെക്ഷൻ ആണ്. അതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം ഈ ലിവർ പ്രോബ്ലം ഉള്ളവർക്ക്. ഇപ്പം ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ 1, 2 അങ്ങനെ കൂടി വരികയാണെങ്കിൽ ഇതിനുള്ള കൃത്യമായ ചെക്കപ്പ് ചെയ്യണം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരും. അതായത് ഫൈബ്രോ സ്കാൻ ഉണ്ട്, അതും കഴിഞ്ഞ് പിന്നെ MRI സ്കാൻ വേണം ചെയ്ത് നോക്കാം. അത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. എല്ലാ ടെസ്റ്റുകളൊന്നും എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യണം. അതിൻ്റെ ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഈ LFT, അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ നമ്മുടെ ലിവറിന് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഫാറ്റി ലിവർ വന്ന് ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് വേരിയേഷൻ, അതായത് വ്യത്യാസം കാണിക്കണമെന്നുണ്ടെങ്കിൽ ലിവറിന് കുറച്ച് ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ ലിവറിൽ അതിൻ്റെ ടെസ്റ്റിൽ വേരിയേഷൻ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആയതുകൊണ്ട് നമ്മുടെ ലിവർ കംപ്ലീറ്റ് നോർമലാണെന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പം അഡൾട്ട്സ് ഒക്കെ ആണെങ്കിൽ വർഷത്തിലൊന്നോ
വർഷത്തിലൊന്നും ചെയ്തില്ലെങ്കിലും ഇടയ്ക്കൊക്കെ എങ്കിലും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാന് അല്ലെങ്കിൽ ലിവറിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ലിവർ ഡിസീസൊക്കെ കൂടിപ്പോകാതിരിക്കാൻ നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുകയും അത് ലിവർ ഡിസീസിലേക്ക് നയിക്കുകയും ചെയ്യാം. ലിവർ ഡിസീസ് ഉള്ളവർക്ക് തന്നെ വേറെ പല അസുഖങ്ങളിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഡയബറ്റിക് ഉണ്ടാകാം, ഡയബറ്റിക് ഉള്ളവർക്ക് ലിവർ ഡിസീസ് ഉണ്ടാകാം. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അസുഖങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ വളരെ ചുരുക്കമായിട്ടേ കാണുള്ളൂ. ഫാറ്റി ലിവർ ഇച്ചിരി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണിക്കുള്ളൂ. സ്റ്റേജ് 1 കാണത്തില്ല, അത് കൂടി വരുന്നതനുസരിച്ച് ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും. പിന്നെ കാണാൻ പറ്റുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് തൊലി ഇങ്ങനെ വളരെ നേർമയുള്ളതായിരിക്കും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ നല്ല മൃദുലമായിട്ടുള്ള സ്കിന്നായിരിക്കും. എന്നാൽ ചില ഭാഗങ്ങളിൽ കഴുത്തിൻ്റെ പുറകിൽ, കക്ഷത്തിൽ, പിന്നെ നമ്മുടെ ഫോൾസില് ഇങ്ങനെ മടക്കുകളിലൊക്കെ കട്ടിയുള്ള ചർമ്മങ്ങൾ കാണാൻ സാധിക്കും. ഇത് ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ അബ്ഡോമിനൽ ഒബേസിറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെയുള്ളവർക്കും ഫാറ്റി ലിവർ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഫാറ്റി ലിവർ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് കൂടുതലായി കഴിഞ്ഞാൽ മാത്രം കാണുന്ന ചില ലക്ഷണങ്ങളാണ് ശരീരത്തിലെ ചൊറിച്ചിൽ വരിക, സ്കിന്നിന് മഞ്ഞ കളർ വരിക, കണ്ണിൻ്റെ വെള്ളയിൽ മഞ്ഞ കളർ വരിക, മൂത്രത്തിന് മഞ്ഞ കളർ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വയറ് പെട്ടെന്ന് കമ്പിച്ച് വരിക, എപ്പോഴും വയറിങ്ങനെ ബ്ലോട്ടഡ് ആയിട്ട് കമ്പിച്ചിരിക്കുന്ന പോലെ തോന്നുക, വയറ്റിലെ വേദന ഉണ്ടാകുക, അതായത് റൈറ്റ് സൈഡിനോട് ചേർന്നുള്ള ഭാഗത്ത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് ഈ ഡോക്ടറുടെ വിശദമായ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ശ്രമിക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ ഫുഡ് മെയിനായിട്ടും ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഫാറ്റി ഫുഡ് കഴിച്ചുകൊണ്ടല്ല ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഫാറ്റി ഫുഡിനേക്കാളും കൂടുതൽ, അതായത് നല്ല ഫാറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാകുകയില്ല. കൂടുതലും ഫാറ്റി ലിവറിന് കാരണമായിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ നമ്മൾ കേരളീയരുടെ മുഖ്യ ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ് ആണ്. അമിതവണ്ണം ഫാറ്റി ലിവറിന് ഒരു കാരണമാണ്. വെയിറ്റ് കുറച്ചാൽ തന്നെ ഫാറ്റി ലിവർ കുറയും. അതായത് ഇപ്പം ശരീരത്തിന് വെയിറ്റ് ഒത്തിരി കൂടുതലില്ലെങ്കിലും നമ്മുടെ അബ്ഡോമിനൽ ഏരിയ, അതായത് അബ്ഡോമിനൽ ഒബേസിറ്റി ഉള്ളവർക്ക് നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് നോക്കുമ്പോൾ, അതായത് പൊക്കിളിൻ്റെ ആ ഏരിയ വെച്ച് വയറിൻ്റെ ചുറ്റളവ് നോക്കുമ്പോൾ അതിൻ്റെ നോർമലായിട്ടുള്ള, അതായത് സ്ത്രീകൾക്ക് 80 സെൻറ്റിമീറ്ററും പുരുഷന്മാർക്ക് 90 സെൻറ്റിമീറ്ററുമാണ് മാക്സിമം നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് വേണ്ടത്. അതിൽ കൂടുതലുള്ളവർക്കൊക്കെ അമിതവണ്ണമാണെന്നുള്ളതാണ്. അപ്പം ആ ഫാറ്റ് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് മാത്രം അടിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വണ്ണം എല്ലാം വെക്കുന്നത് വയറിൻ്റെ ഭാഗത്താണ്, ബാക്കി ഭാഗത്ത് വണ്ണം വെക്കുന്നില്ല എന്നുള്ളത് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരും വെയിറ്റ് ലൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കൂടെ കൂട്ടി പ്രോട്ടീന്, ഗുഡ് ഫാറ്റ്, അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ഉള്ളവരെ വെയിറ്റ് ലൂസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ റിസ്ക് കുറയും. അപ്പോൾ ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊക്കെ, ഈ ഡോക്ടറിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഈ ലിവറിൻ്റെ ഡിസീസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.